പശ്ചിമേഷ്യയിൽ ഇന്ന് നടക്കുന്നത് വെറുമൊരു മിസൈൽ യുദ്ധമല്ല. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അദൃശ്യ സൈന്യം ഈ യുദ്ധത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഒരു രാജ്യം പോലും നേരിട്ട് യുദ്ധം പ്രഖ്യാപിക്കാതെ പല രാജ്യങ്ങളിലായി ചിതറിക്കിടക്കുന്ന സായുധ സംഘങ്ങൾ ഒരേ ലക്ഷ്യത്തിനായി ഒന്നിക്കുമ്പോൾ അതിനെ ലോകം വിളിക്കുന്നത് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നാണ്. ഇറാന്റെ ഈ അത്യാധുനിക നിഴൽ യുദ്ധതന്ത്രം എങ്ങനെയാണ് അമേരിക്കയും ഇസ്രയേലിനെയും ഒരുപോലെ മുനയിൽ നിർത്തുന്നത്? അമേരിക്കയോ ഇസ്രയേലോ പോലുള്ള വൻ ശക്തികളുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നത് ഇറാന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുമെന്ന് അവർക്കറിയാം. ഇവിടെയാണ് പ്രോക്സി വാർഫെയർ അഥവാ നിഴൽ യുദ്ധം എന്ന തന്ത്രം വരുന്നത്. സ്വന്തം സൈന്യത്തെ യുദ്ധകളത്തിലേക്ക് വിടുന്നതിന് പകരം അയൽ രാജ്യങ്ങളിലെ സായുധ സംഘങ്ങൾക്ക് പരിശീലനവും ആയുധവും നൽകി അവരെ തങ്ങളുടെ കരുക്കളാക്കി മാറ്റുകയാണ് ഇറാൻ. ഇത് ശത്രുവിനെ ശ്വാസം മുട്ടിക്കുന്ന ഒരു സ്ട്രാറ്റജിക് നീക്കമാണ്. ഈ അദൃശ്യ സൈന്യത്തിൽ പ്രധാനമായും 4 കരുത്തുറ്റ കൈകളാണുള്ളത്. ലെബനനിലെ ഹിസ്ബുള്ളയാണ് ഇതിൽ ഏറ്റവും അപകടകാരികൾ. അതിശക്തമായ മിസൈൽ ശേഖരമുള്ള അവർ ഇസ്രയേലിന് നിരന്തര ഭീഷണിയാണ്. രണ്ടാമതായി ഗാസയിലെ ഹമാസ്, മൂന്നാമതായി ഇറാഖിലെ അമേരിക്കൻ താവളങ്ങൾ വിറപ്പിക്കുന്ന ഷിയ മിലീഷ്യകൾ, ഒടുവിലായി ചെങ്കടലിലെ കപ്പൽ ഗതാഗതം സ്തംഭിച്ചുകൊണ്ട് ലോക വ്യാപാരത്തെ തന്നെ വെല്ലുവിളിക്കുന്ന യമനിലെ ഹൂതി വിമതർ. ഇവർ 4 പേരും ചേരുമ്പോൾ അതൊരു മൾട്ടി ഫ്രണ്ട് വാറായി മാറുന്നു. ആധുനിക യുദ്ധം വെറും തോക്കുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇറാൻ ഇന്ന് സൈബർ യുദ്ധത്തിലും ഒരു വൻ ശക്തിയാണ്. ശത്രു രാജ്യങ്ങളുടെ സർക്കാർ ഡാറ്റകൾ ചോർത്താനും സോഷ്യൽ മീഡിയയിലൂടെ വിവരയുദ്ധം നടത്താനും അവർക്ക് പ്രത്യേക വിഭാഗം തന്നെയുണ്ട്. പലപ്പോഴും മിസൈൽ ആക്രമണത്തെക്കാൾ പ്രഹരശേഷിയുള്ളതാണ് ഇറാന്റെ ഈ ഡിജിറ്റൽ നീക്കങ്ങൾ. പശ്ചിമേഷ്യയിൽ നാം ഇന്ന് കാണുന്നത് പഴയകാല യുദ്ധമുറകളുടെ അവസാനമാണ്. ഹൈബ്രിഡ് വാർഫെയർ എന്ന പുതിയ യുദ്ധ കാലഘട്ടത്തിലേക്കാണ് ലോകം നീങ്ങുന്നത്. നേരിട്ട് യുദ്ധം ചെയ്യാതെ തന്നെ ഒരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ കഴിയുമെന്നത് ആധുനിക ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഈ അദൃശ്യ സൈന്യം ലോകക്രമത്തെ എങ്ങോട്ട് നയിക്കും? വരും ദിവസങ്ങൾ ഇതിന് ഉത്തരം നൽകും.